ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ ജൈവവളമാണ്. നമ്മുടെ എല്ലാം വീട്ടിൽ തന്നെ ലഭ്യമാകുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈസി ആയിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. പലരും പറയുന്നൊരു കാര്യമാണ് അടുക്കള തോട്ടത്തിലെയും അതുപോലെ പൂന്തോട്ടത്തിലേക്കോ ചെടികൾ മുരടിച്ച് നിൽക്കുന്നു, വളരുന്നില്ല എന്നുള്ളത്. അതുപോലെ തന്നെ വേറൊരു പ്രശ്നമാണ് പച്ചക്കറികളൊക്കെ നട്ടു കഴിഞ്ഞാൽ അതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളത്. ഇതിന് രണ്ടിനും ഒരു ഉത്തമ പരിഹാരമാണ് നമ്മുടെ ഈ വളർച്ചാ ഹോർമോൺ. അപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കാനായിട്ട് കുറച്ച് മുരിങ്ങയില മാത്രമേ ആവശ്യമുള്ളൂ. എല്ലാവരുടെയും വീട്ടിലുള്ള സാധനം തന്നെയാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് എനിക്കും വളങ്ങളൊന്നും പുറത്തുപോയി വാങ്ങിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 30 ദിവസം പ്രായമുള്ള, അതായത് അത്രയുമെങ്കിലും മൂത്ത ഇലകൾ വേണം എടുക്കാനായിട്ട്. തീരെ കിളുന്ത് എല്ലാം നമ്മൾ ഇതിനായിട്ട് എടുക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ കൃഷി ലോകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള പുതിയ കൂട്ടുകാരൻ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. മുരിങ്ങയില സത്ത് തയ്യാറാക്കാനായിട്ട് 30 ദിവസം മൂപ്പുള്ള ഇലകളാണ് എടുക്കേണ്ടത്. കിളുന്തല നമ്മൾ ഒഴിവാക്കുക. ഇത് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളം കൂടിപ്പോയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അരച്ചെടുക്കാൻ ആവശ്യമുള്ള അത്രയും വെള്ളം നമുക്ക് ധൈര്യമായിട്ട് ചേർക്കാം. കെമിക്കൽ അടങ്ങിയ വളർച്ചാ ഹോർമോണുകളെ അപേക്ഷിച്ച് ഇത് വളരെ നല്ലൊരു ജൈവ വളർച്ചാ ഹോർമോണാണ് എന്ന് വേണമെങ്കിൽ പറയാം. മുരിങ്ങയിലയിൽ ധാരാളം അയൺ കണ്ടൻറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു വളങ്ങളൊന്നും അടുത്ത് ചേർക്കാത്ത മണ്ണിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് കറുത്ത ശർക്കര പൊടിച്ച് ഈ ലൈനിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതിലെ പോഷകങ്ങൾ പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാനായിട്ട് അത് സഹായിക്കും. പ്രകൃതിദത്ത ജൈവ കീടനാശിനിയായും നിരവധി സസ്യങ്ങളിലെ രോഗങ്ങൾ തടയുന്നതിനും വിവിധ രാജ്യങ്ങൾ ഇത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു കപ്പിനാണ് മുരിങ്ങയില സത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പ് മുരിങ്ങയില സത്ത് എടുക്കുമ്പോൾ വലിയ ചെടികൾക്കാണെങ്കിൽ നമുക്ക് 20 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെടികൾക്ക്, വലിയ ചെടികൾക്ക്. നമ്മളിപ്പോൾ ചെറിയ തൈകൾക്ക്, ഇപ്പോൾ മുളക് തൈയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മുളക് തൈകൾക്കൊക്കെ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് 30 കപ്പ് വെള്ളം ചേർക്കണം. ഒരു കപ്പിന് 30 കപ്പ് വെള്ളം ചേർക്കണം. ആ ഒരു രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അക്കാര്യമാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഈ ഒരു ചെടിയെ കൂടി ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഓൺലൈൻ വാങ്ങിയതാണ് അല്ലേ? അതെ. ഇത് ഞാവലിന്റെ തൈയാണ്. നല്ലൊരു സ്പെഷ്യൽ വെറൈറ്റി ആണ്. അധികം പൊക്കമില്ലാതെ തന്നെ നമുക്ക് കായ്ക്കും, ചട്ടിയിൽ വളർത്താം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇതേ ചട്ടിയിൽ വെച്ചിരിക്കുകയാണ്. ഇതിന്റെ ഓൺലൈനിൽ നമുക്ക് ഓർഡർ ചെയ്തപ്പോൾ വന്നത് കൊറിയർ വഴി വന്നതാ. അപ്പൊ ഇത് വന്നപ്പോൾ ചെടിക്ക് ചെറിയൊരു വാട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിത് പിടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ മോള് ഭാഗം പോയെങ്കിലും വീണ്ടും 2 ചെനപ്പ് വന്നിട്ടുണ്ട്. നല്ല ഉഷാറിൽ വന്നിട്ടുണ്ട്. മുരിങ്ങയില നല്ലൊരു പച്ചിലവളം കൂടിയാണ്. ഗ്രോ ബാഗൊക്കെ നിറയ്ക്കുന്ന സമയത്തിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ലൈന് നമുക്ക് ഇലകളിൽ തളിച്ചു കൊടുക്കാനും വളരെ നല്ലതാണ്. പൂകൊഴിച്ചിൽ തടയാനും കായ്പിടുത്തം വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കും. ചെടിയുടെ ഇലകളിലും മറ്റും തളിച്ചു കൊടുക്കുന്നത് മൂലം പൂകൊഴിച്ചിലൊക്കെ പൂർണ്ണമായിട്ട് മാറിക്കിട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ വിളവ് വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഒരു രീതി സഹായിക്കും. കുറച്ച് മുളക് തൈകൾക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വെള്ളം കുറച്ചുകൂടി ചേർത്തൊന്ന് നേർപ്പിച്ചിട്ടാണ് ചെറിയ തൈകൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 1 മാസത്തിൽ താഴെ പ്രായമുള്ള ചെടികൾക്ക് ഞാൻ ആ രീതിയിലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. പച്ചച്ചാണകം, മുരിങ്ങയില ഇവ ഒരുമിച്ച് നമുക്ക് ഫലവൃക്ഷ തൈകളുടെയൊക്കെ അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങളുടെ അല്പം മാറ്റിയിട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ചെടി നന്നായിട്ട് വളരും. ഇപ്പം മാവൊന്നും കായ്ക്കുന്നില്ല, ഒട്ടുമാവ് വെച്ചിട്ട് കായ്ക്കുന്നില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തർ പറയാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ ഈ ഒരു കാര്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പഴവർഗ്ഗ ചെടികളൊക്കെ നന്നായിട്ട് വളരുന്നതും പൂക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്താണെങ്കിലും ഞാൻ അങ്കമാലിലെ വീട്ടിലും ഇതൊന്ന് ചെയ്യാൻ പോകുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് നന്നായിട്ട് കൃഷി ചെയ്യുന്ന ആൾ പറഞ്ഞു തന്നതാണ് ഈ ഒരു കാര്യം. മണ്ണിലെ കാൽസ്യം കുറവ് പരിഹരിക്കാനും ഇത് വളരെ ഗുണകരമാണ്. ഇത് നമ്മൾ തടത്തിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ വേറെ കരിയിലകളോ കാര്യങ്ങളോ കൊണ്ടൊന്ന് പുതയിടുന്നത് നല്ലതാണ്. വെയിൽ ഡയറക്റ്റ് ഇതിലേക്ക് മണ്ണിലേക്ക് ഏൽക്കാതിരിക്കാനായിട്ട് നല്ലതാണ്. ഈ ഒരു ലൈന് നമുക്ക് മാസത്തിൽ 2 തവണയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതൊരു 5 ദിവസം വരെ തണലുള്ള സ്ഥലത്ത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. വെയിലത്ത് സൂക്ഷിച്ച് വയ്ക്കരുത്. നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ടാകും. അവർക്ക് അവരുടെ അനുഭവങ്ങളും ഒക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.